ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് വെറും 5 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡേ ടു ഡേ ഓഫീസ് കോളേജ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലർ ആണ്. ഇത് മാസിന്റെ ക്യാൻസൽ കൺസീലർ ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 07 കാരമൽ ചാം. ആൻഡ് ഇതിന്റെ പ്രൈസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നോക്കട്ടെ, ഞാനിപ്പോൾ വാങ്ങിയതുള്ളൂ, 2 days ആയതുള്ളൂ വാങ്ങിയിട്ട്. ആൻഡ് ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആൾ ചെന്നൈയിലുള്ളതാണ്. അപ്പോൾ ആൾ എനിക്ക് തായ്ലൻഡിൽ പോയപ്പം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി SPF 50 അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് സൺ പ്രൊട്ടക്ഷനും കിട്ടും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 229 rupees-ആണ്. 229. ഓൾസോ ഞാൻ കാണിച്ചു തരാം, ഞാൻ വാങ്ങിയത് കണ്ടോ, ഡെലിവേർഡ്. അപ്പോൾ ഇത്തവണ ഞാൻ ആളെ കാണാൻ വേണ്ടി പാലക്കാട് പോയപ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് ഇട്ടുതന്നായിരുന്നു. അപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൺസീലർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാടൊക്കെ ഒഴിവാക്കാം. ഈ കുറച്ച് ലൈറ്റാണ്, പക്ഷേ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഞാൻ കൺസീലർ ഇത് വളരെ ലൈറ്റ് മേക്കപ്പ് ആണ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഓവറായിട്ടൊന്നും ഗൈസ്, റൂമിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്ത പോലെ വന്നിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്യാനുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ആ ക്യാമറ കുറച്ച് ബ്യൂട്ടിഫൈഡ് ആണ്. ഞാൻ യൂഷ്വലി കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ ഓക്കെ. നല്ല കവറേജ് ഉണ്ട്. ഇവിടെ ഒരു പാടുണ്ടല്ലേ, അതെ, ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഇതൊരു ഗ്ലോസി മേക്കപ്പ് ആയിരിക്കും കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, മാറ്റ് ഫിനിഷ് ആയിരിക്കത്തില്ല, ഒരു ഗ്ലോസി ടൈപ്പ് ആയിരിക്കും. ഓൾറെഡി എൻ്റെ ഫേസ് എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ വാട്ടർ പ്രൂഫ് ബേസ് ഫൗണ്ടേഷൻ. ഹൈ കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. നല്ല അഫോർഡബിളായിട്ട് വാങ്ങാൻ ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ ഇപ്പോൾ ലൈക്ക് നമുക്ക് വേറെ ആദ്യം കാണിച്ച 2 എണ്ണത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഷെയ്ഡാണ്. സോ ഗൈസ്, ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഹൈഡ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ഒരു ബേസ് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ടോഫി ബേജ് എന്നാണ്. ആൻഡ് ഇതൊരു ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് സിൽക്കി ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് ലെയർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ മേക്കപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതേസമയം തന്നെ നമുക്ക് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും റേറ്റ് കുറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസൈറ്റിൻ്റെ റേഡിയൻസ് ഫിൽറ്റർ. സോ ഷെയ്ഡ് നമ്പർ 5 ആണ്. ടാൻ ഷെയ്ഡാണ്. ഇതിനെ പറ്റി ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഹൈലൈറ്ററാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിന് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. നല്ല ഗ്ലോ ആണ്. നമുക്കിത് ഒരു ദിവസം നമുക്ക് വെള്ളത്തിൽ ചാടാൻ പോകുന്ന ഒരു ദിവസം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല. അപ്പോൾ ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എൻ്റെ അടുത്ത് പറഞ്ഞ എടാ ഇത് ട്രൈ പണ്ണുങ്കോ നല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആൾ തന്നെ എനിക്ക് ഇട്ട് തന്നതാണ് കേട്ടോ. വണ്ടി ഇരുന്നിട്ട് നല്ലൊരു ഗ്ലോ ആണിതിന്, അല്ലേ? ഇനി എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ അധികം ലൈക്ക് നോർമൽ ഡേയ്സിൽ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഷൂട്ടിനൊഴിച്ച്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാമാ എർത്തിൻ്റെ ലോങ് സ്റ്റേ കാജലാണ്. ആൻഡ് ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. ഇതിനും 254 rupees ആണ്. സോ ഗൈസ്, ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. കാരണം നല്ല ബ്ലാക്ക് ആണ്.
ഇനി നമുക്ക് മസ്കാര. സോ ഗൈസ്, മസ്കാരയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാറില്ല. കാരണം അതൊക്കെ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതെല്ലാം എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അത്ര വോളിയമൈസിങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല വോളിയംനെസ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കോലം കണ്ടാൽ അറിയാം ഞാൻ എത്രത്തോളം അത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ലോറിയൽ പാരീസിൻ്റെ പനോരമ എന്ന് പറയുന്ന മസ്കാരയാണ്. നല്ല വോളിയമൈസിങ് മസ്കാരയാണ് ആൻഡ് വാട്ടർ പ്രൂഫാണ് കേട്ടോ. എനിക്ക് നല്ല കണ്ണിങ്ങനെ വിടർന്നിരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഐലൈനർ എഴുതാറില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ മുകളിൽ താഴോട്ടാണ്. ആൻഡ് ഇതിന് 699 റുപ്പീസാണ് കേട്ടോ. ബട്ട് എനിക്ക് തോന്നുന്നു 699 ഭയങ്കര വർത്തായിട്ടുള്ള, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് രണ്ട് കണ്ണും വ്യത്യാസം അറിയാം. ഇത് ലൈറ്റ് പോയി ഗൈസ്. ഓക്കെ, അറിയാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, എൻ്റെ ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട്. സർവീസിന് അയക്കണം. ശരിക്കും ഈ കണ്ണ് എഴുതുന്നതിന് മുമ്പേ വേറൊരു സാധനം ചെയ്യാനുണ്ടായിരുന്നു, മറന്നുപോയി. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, പറഞ്ഞുതരാം. ഞാൻ മാസിൻ്റെ ഈ ഒരു ഷെയ്ഡ് 2 ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ വേറൊരു ഷെയ്ഡാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിനും 200 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ കണ്ടോ ഗൈസ്, എപ്പോഴും സ്റ്റോക്ക് ഔട്ടാണ്. കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ്. എനിക്കിതിൻ്റെ വാങ്ങേണ്ടത് വിൻ്റർ വുമൻ എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു വാങ്ങേണ്ടത്. എൻ്റെ ഇരിക്കുന്നത് ഷെയ്ഡ് നമ്പർ 2 അല്ലേ. ഷെയ്ഡ് നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റൈൽ ഐക്കൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്ക് വേണ്ടത് ഷെയ്ഡ് നമ്പർ 10 ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഷെയ്ഡ് പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ലിപ്പിൻ്റെ ഒരു കളറാണ്. അപ്പോൾ ഈ ഒരു ഇതിട്ടാൽ എൻ്റെ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഒരു ഈവൻ ടോണാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഐ ഷാഡോ ഇടണമെങ്കിൽ ഇടാം, ഓപ്ഷണലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ മേക്ക് മീ 100 എന്ന് പറയുന്ന പാലറ്റാണ്. ഇതിൽ 100 ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ ഉപയോഗം കാരണം ഇങ്ങനെയൊക്കെയാണ്. ഇതിലൊരു എനിക്കിത് മസ്കാരയൊക്കെ ഇടുന്നതിന് മുമ്പായിരുന്നു ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നേ ചെയ്തു. ഞാൻ ഈ ഒരു മാസിൻ്റെ മാറ്റ് മ്യൂസ് ഇട്ടിട്ട് റെഡ് ഇടുമ്പോൾ ഉള്ള ഗുണം എന്താ അറിയോ, നമുക്ക് എൻ്റെ സ്കിൻ ടോണിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. കാരണം എനിക്ക് മിക്ക റെഡ് ഷെയ്ഡ്സും ചേരാറില്ല, ഭയങ്കര എന്തോ പോലെ ഇരിക്കും. ഞാൻ ഈ താഴെയും കൂടി ഇടുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, ഞാൻ ബ്രൗൺ ഇട്ടു. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ബ്ലാക്ക് ഡാർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മൂക്കി ഐസായി. ഐലൈനർ ഇടുമ്പോൾ എന്തോ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതാവും എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. സോ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വെറും 5 പ്രോഡക്റ്റ്സ് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ഭയങ്കര ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഈ റെഡ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ കോളേജ് സ്കൂളിലെ പിള്ളേരൊക്കെ മേക്കപ്പ് ഇടുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റും. ഇപ്പോൾ ഈവൻ വർക്കിന് പോകുമ്പോഴാണെങ്കിലും. അപ്പോൾ ഈ റെഡ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റീവ് ലുക്ക് വരുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.